ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ചവടി ഫാം വില്ലയിലാണ് കേട്ടോ. അവിടെ ഒരുപാട് ഡിഫറൻസ് അനിമൽസും ബേർഡ്സും ഇൻസെക്റ്റും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെ അകത്ത് കയറിയിട്ട് കണ്ടു നോക്കിയാലോ? അപ്പം നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഫാം വില്ല എന്ന് വലുതാക്കി എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിക്ചേഴ്സും വച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ പോവുകയാണേ. അത് ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ട് ഒട്ടകത്തിനാണ്. അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് അവർ തരുന്നുണ്ട്. ക്യാരറ്റാണ് അവരതിന് കൊടുക്കാറ്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത് പോയിട്ട് കൊടുത്താലോ? ഞാൻ എൻ്റെ കയ്യിലെ ക്യാരറ്റ് ഒട്ടകത്തിന് കൊടുത്തു. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കഴുതക്കുട്ടി ഉണ്ടായിരുന്നു. ഞാനതിനെ കൊടുക്കുന്ന നേരത്ത് ഒട്ടകം എന്നിട്ട് അത് വാങ്ങിക്കാൻ നോക്കിയിരുന്നു. അതായതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് നിന്നിട്ട് കൊടുത്തു. ആദ്യമൊക്കെ അതിൻ്റെ അടുത്തെക്കാൻ പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊരു പാവാണ്, അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. തൊട്ടപ്പുറത്തൊരു കൂട്ടില് ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നു. അതിന്റെ കൊമ്പുകാരനൊക്കെ അതിൻ്റെ അടുത്ത് പോവാൻ പേടി വന്നു. പിന്നെയാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് കുതിരനെ കണ്ട്. അത് കുട്ടിയൊന്നല്ല, ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഒരു പോണ്ട് ഉണ്ടായിരുന്നു. ആ പോണ്ടില് താറാവ് പോലത്തെ ഒരു 2 ബേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പോയപ്പോൾ കുറേ കുഞ്ഞു വീടുകൾ കണ്ടു. അതിൻ്റെ ഉള്ളിൽ അവിടെയുള്ള കൂടുതൽ ഡിഫറെന്റ് ടൈപ്പിലുള്ള താറാവുകളാണ് അവിടെ ഉള്ളത്. അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു താറാവുണ്ട്. അത് തലയിൽ തൊപ്പി വെച്ചിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള താറാവായിരുന്നു. എനിക്ക് അതിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അപ്പുറത്താണ് വേറെ താറാവ്. അതിനെ ഞാൻ കഴിക്കുന്നതിന് വേറൊരു അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഗ്രേ കളർ ഉള്ളത്. അതിന് ഞാൻ കൈയൊന്ന് കാണിച്ചു കൊടുത്തു. അത് നോക്കിയിട്ട് എന്നെ കൊത്താൻ നോക്കിയാണ്. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് കൈയെടുത്തു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കൂട്ടിൽ ഒരു ആടിനെ കണ്ടു. ആ ആട് ഭക്ഷണം കഴിക്കുന്നു. അത് തീരെ ഹൈറ്റില്ലാത്ത ആടാണ്. ആ ആട് ഇപ്പോൾ പുറത്തറിയിട്ട് ഞാൻ പോയിട്ട് തൊടാൻ നോക്കി. നല്ല സിൽക്കി ടൈപ്പിലുള്ള രോമയാണ് അതിനുള്ളത്. അതിന് തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗർഭിണിയാണ്. വയറൊക്കെ വീർത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് പാവ ഒരാടാണ്. അത് നടക്കുമ്പോൾ എനിക്കൊരു കിളിക്കിളി സൗണ്ട് കേൾക്കാണ്ട്. എൻ്റെ കാലം ഒരു ബാസർ പോലത്തെ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയും കുറേ വെറൈറ്റി ആടുകളുണ്ട് അവിടെ. അത് ചെറുതായിരുന്നു, ഷോർട്ടായിരുന്നു. പിന്നെ കൊമ്പ് വളർന്നിട്ടുള്ളൊരു ആടുണ്ട് അവിടെ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു യമൂനെ കണ്ടു. അതിന് തലയിൽ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുക. കണ്ടോ ഫുഡ് കൊടുക്കുക. എനിക്ക് പേടിയായിട്ട് ഞാനങ്ങനെ കൊടുത്തില്ല. പിന്നെ ഞാൻ കണ്ട് കുറേ വെറൈറ്റി റാബിറ്റ്സിനെ കണ്ടു കേട്ടോ. അതിൻ്റെ പേരൊക്കെ ആ കൂട്ടിമ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ റാബിറ്റിനെ തൊടാൻ നോക്കിയാണ്. അപ്പത്തിന് വേറെ റാബിറ്റ് വന്നു. അതിനെ തൊടാൻ നോക്കിയപ്പോൾ അതെന്ത് നിന്ന് പോയി. അതിൻ്റെ കൈമ വന്നിട്ട് നോസ് വെച്ചിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു അതിന് തൊട്ടപ്പോൾ. പിന്നെ ആ മറ്റേ ചെറുതിനെടുത്തിട്ട് ഞങ്ങൾക്ക് തൊടാൻ തന്നു. എന്ത് സോഫ്റ്റാ! പഞ്ഞിമ തൊടാൻ പോരെ, പഞ്ഞി പോലെ തോന്നി. അത് ഞാനൊരു പീസ് ക്യാരറ്റ് കൊടുത്തു.
എൻ്റെ തൊട്ടപ്പുറത്ത് താറാവ് പോലെ വേറൊരു ബേർഡ് ഉണ്ട്. പിന്നെ ഞാൻ കയറിയത് കളർഫുൾ ആയിട്ടുള്ള കോഴീൻ്റെ അടുത്തേക്കാണ്. അത് കൈ നിറച്ച് തപ്പായിട്ടുള്ള ഒരു കോഴിയായിരുന്നു. അതിന് തൊടാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ ചെറുതിന് മാത്രം തൊടാൻ പറ്റുള്ളൂ. വലുതൊക്കെ ഇങ്ങനെ ഓടി കളിക്കും. പിന്നെ ഞാൻ യെല്ലോ കളർ ചെറിയ ഒരു കോഴിനെ പിടിച്ചു. അത് അവിടുത്തെ ഒരാളിൻ്റെ കൈമ വെച്ചന്നു. അതിൻ്റെ മേല് കളർ ഇതൊക്കെയും ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ഒരു പിങ്ക് കോഴീനെ ഞാൻ തൊടാനും എടുക്കാനൊക്കെ നോക്കി. അതിന് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കാറ്റ്സിൻ്റെ ഏരിയക്ക് പോയി. അവിടെ ഒരു കാറ്റിനെ ഞാൻ കളിപ്പിച്ചിരുന്നിട്ട് താഴെ വെച്ചിട്ട് ഒന്നൊന്ന് തൊട്ട്. നല്ല ക്യൂട്ടും സോഫ്റ്റൊക്കെ ആയിട്ടുള്ള കാറ്റായിരുന്നു. വേറൊരു ടൈപ്പിൽ കാറ്റിനാണ് മേത്ത് രോമൊന്നുമില്ലാത്ത. ഞാൻ വിചാരിച്ച് ഞാൻ ആ കാറ്റിനെ കൂട്ടിയിരുന്ന് കണ്ടപ്പോൾ ഒരു റാബിറ്റ് കാറ്റായിരുന്നു ഞാൻ വിചാരിച്ചു. പിന്നെ വേറെ വലിയ കാറ്റ്സിനെ കണ്ടു. അതിനൊന്നും ഞാൻ തൊട്ടില്ല. അത് നല്ലോണം ഡേഞ്ചറുള്ള അനിമൽസ് ആയിരുന്നു അവർ പറഞ്ഞു. എനിക്ക് ആ കറുക്കാറ്റിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനെ വീണ്ടും പുറത്തിറക്കിയപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ അതിനെ പിന്നെയും തൊട്ട്. പിന്നെ ലവ് ബേർഡ്സിനെ കണ്ടു. പിന്നെ ഞാൻ ഒരു ചെറിയ മങ്കീസിനെ കണ്ടു. ഇത് കടിക്കും. അത് കാരണം അതിനെ തൊടാനും എടുക്കാനൊന്നും പറ്റൂല. കുഞ്ഞ മങ്കിയായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാമ്പ് കണ്ടു. ആ സ്നേക്കിന് എടുക്കാനൊക്കെ പറ്റും, പക്ഷെ ഞാൻ എടുത്തില്ലേക്ക് പേടിക്കാൻ. ക്യൂട്ടായിട്ട് വേറെ ഒരു എനിമലുണ്ട്. അത് ഞാൻ തൊട്ടു. പിന്നെ അവിടെ ഗിനി പിക്ക് ഉണ്ടായിരുന്നു. അതിനെ ഞാൻ എടുത്തു. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ. അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ വേറെ സാധനത്തിനെ കണ്ടു. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വേറൊരു ജീവി പോലെ തോന്നി. അതിനെ കണ്ടപ്പോഴൊക്കെ പേടി തോന്നി, പക്ഷെ ഞാൻ അതിനെ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഹാംസ്റ്റർ ഉണ്ട് അവിടെ. പിന്നെ അവിടെ ഒരു താത്ത ഇഗ്വാനിനെ കൈ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തില്ല. പിന്നെ ഒരു ഹാംസ്റ്റർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. പിന്നെ ഒരു ഇഗ്വാനിനെ കണ്ടു. ഇതിന്റെ പേരൊക്കെ അറിയില്ല. എന്താ ഇതിന്റെ പേര്? ആർക്കെങ്കിലും ഇതിന്റെ പേര് അറിയണമെങ്കിൽ കമന്റ് ചെയ്യണേ. പിന്നെ ഒരു കുഞ്ഞൊരു സ്നേക്കിനെ കണ്ടു അവിടെ. പിന്നെ കീരി പോലത്തെ ഒരു ജീവിയുണ്ട്. അത് നല്ല ഉറക്കാണ് ഉറങ്ങണത്. പിന്നെ പറക്കണ അണ്ണാനുണ്ട്. പറക്കണ അണ്ണാനെ അയാൾ എടുത്ത് കാണിച്ചപ്പോ ആദ്യം തന്നെ ഓടിപ്പോയി. ഓന്ന് പോലത്തെ കുറെ ജീവിനെ കണ്ടു. പിന്നെ ഭംഗിയുള്ള കുറെ ബേർഡ്സ് ഉണ്ട് അവിടെ. ടർക്കി കോഴി ഉണ്ട്,
കുറേ ബേർഡ്സിൻ്റെ കൂട്ടി കയറിയിട്ട് ഫുഡ് കൊടുത്തു. എല്ലാത്തിനും ഫുഡ് കൊടുത്തു. കൈ പിടിച്ചിട്ടാണ് ഫുഡ് കൊടുത്തത്. വേറെ കുറേ വെറൈറ്റി ബേർഡ്സ് ഉണ്ട്. വൈറ്റ് കളറുള്ള പ്രാവിനെ കണ്ട് നല്ല ഭംഗിയുണ്ടായിനെ കാണാന്. ദേ അവിടെ ഒരു കോഴി കൂട്ടിന്ന് പുറത്തിറങ്ങി നടക്കുന്നു. കൊറേ അതിനെ ഞാൻ പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ പിന്നാലെ ഓടി. എന്നിട്ട് പക്ഷെ അതിനെ കിട്ടുകയും ചെയ്യില്ല, പിടിക്കാനും പറ്റില്ല. അവിടെയുള്ള ആൾക്കാർ അവിടെ അത് പുറത്തിറങ്ങിയ ഒന്നും കണ്ടിട്ടില്ല. അതിങ്ങനെ ഒറ്റക്ക് നടക്കേന്. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാരും ഓസ്ട്രിച്ചിനെ കണ്ടു. ഓസ്ട്രിച്ച് വരുമ്പോ ഞാനിങ്ങനെ ഓടിപ്പോവും. അതിന് കൂടിലടുത്ത് നിൽക്കുമ്പോ അത് കൊത്താൻ എന്തിനാണ് ഓടി വരുന്നത് എനിക്കറിയില്ല. ഞാനും ഓസ്ട്രിച്ചും കൂടിയിട്ട് ഒരുമിച്ച് കളിച്ച്. പിന്നെ ഞാൻ പോണ സമയത്ത് ഒരു വെറൈറ്റി അണ്ണാനെ കണ്ടിട്ടു. ഏകദേശം രാത്രിയായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ മക്കാവ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ വേറെ കുറെ കോഴികളെ കണ്ടു. അവിടുത്തെ ഒരാൾ ഒട്ടക പക്ഷിന്റെ എഗ്ഗ് കാണിച്ചിരുന്നു. ലോകത്തിന്റെ ഏറ്റവും വലിയ എഗ്ഗ് ആയിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടക പക്ഷിന്റെ എഗ്ഗ് കാണുന്നത്. പിന്നെ ഞാൻ തിരിച്ച് നടക്കേ മറ്റേ സോഫ്റ്റുള്ള റാപ്പിന്റെ ഞാൻ ഒന്നുകൂടി തൊടാൻ നോക്കി. എന്നിട്ടും ഇതൊക്കെയാണ് ഞാൻ കണ്ട കാഴ്ചകൾ. അങ്ങനെ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പോയി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.